പ്ലാസ്റ്റിക് മാലിന്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ കോർപ്പറേഷൻ നിരോധിച്ചത്. നഗരസഭ ഹോളോഗ്രാം പതിച്ചു നൽകുന്ന കവറുകളോ തുണിസഞ്ചികളോ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ നിയന്ത്രണം പ്രായോഗികമല്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒരു 4-5 കവർ കൊണ്ടുവന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ തികയില്ല. പിന്നെ അതിനെ തിന്നും തിരച്ച് മാറ്റി വയ്ക്കണമെന്നേ ഉള്ളൂ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്കും കച്ചവടം ചെയ്യണമല്ലോ. കാലേ പോയാലൊന്നും ഈ കവറുകളൊന്നും നേരെ ചൊവ്വേ കിട്ടുന്നില്ല. 2 ദിവസത്തിന് മുമ്പ് പോയപ്പോഴത്തേക്ക് ഇല്ല, വന്നിട്ടില്ല, വരുമ്പോൾ തരാം എന്നാണ് പറയുന്നത്. പ്രതിഷേധത്തിനിടയിലും നിയന്ത്രണ നടപടികൾ തുടരാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മേയർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളും കൗൺസിലർമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവബോധം സൃഷ്ടിക്കുകയും റെയ്ഡുകൾ ഉൾപ്പെടെ നടക്കുകയും ആ സമയം മുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള നിയമ നടപടികളും സ്വീകരിക്കുകയും ചെയ്യും. 40,000-ഓളം കച്ചവടക്കാരെ ബാധിക്കുന്ന വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് വ്യാപാരികളുടെ തീരുമാനം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് പ്രത്യേക കൺവെൻഷനും വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിയന്ത്രണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അശാസ്ത്രീയ നടപടികൾ ഒഴിവാക്കണമെന്നാണ് CPM അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ ആവശ്യം. മീഡിയ 1 തിരുവനന്തപുരം.